മാമ നാളെ മലയ്ക്ക് പോവാണ് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇന്നൊന്ന് മാമനെ കാണാൻ പോവാണ്. കെട്ടുകാർക്ക് എന്തായാലും ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ തറവാട് എത്തിയിട്ടുണ്ട്. ഇത് 2 ആഴ്ച മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. ഡിസംബർ ലാസ്റ്റ് വീക്ക് എടുത്തതാണ്. ഇതുവരെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഇതാ തറവാട്ടിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും അടുക്കളയിലാണ് കേട്ടോ. ഓരോരോ പരിപാടികളാണ്. പായസം വെക്കുന്നുണ്ട്, അവിയൽ ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ എന്തൊക്കെയോ പരിപാടികളാണ് കേട്ടോ. മേമയും മക്കളൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് അവരവിടെ നിൽക്കുകയാണ്. നമ്മളിന്ന് തിരിച്ചു പോകും. വല്ലപ്പോഴും കണ്ടുമുട്ടുന്ന സന്തോഷ പ്രകടനങ്ങളാണ് കേട്ടോ എല്ലാവരുടെയും മുഖത്ത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മമ്മ അപ്പോഴേക്കും ചായ എടുക്കുന്നുണ്ട്. മേമ നേരത്തെ വന്നിട്ട് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ പായസത്തിന് പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അരിപ്പായസമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഓലൻ റെഡി ആയിട്ടുണ്ട്, ഉപ്പേരി റെഡി ആയിട്ടുണ്ട്, സാമ്പാർ റെഡി ആയിട്ടുണ്ട്, അങ്ങനെ ഒരുവിധം എല്ലാം റെഡി ആയിട്ടുണ്ട്. ചോറും കറികളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് വെച്ചു എന്നാണ് കേട്ടോ മേമ പറയുന്നത്. കാരണം മിന്നു ഇവിടെ ഇല്ല, മാമൻ്റെ മോള്. അവൾ എക്സാമിന് വേണ്ടിയിട്ട് മൈസൂര് പോയിരിക്കുകയാണ്. അമ്മായി ഉണ്ട് കേട്ടോ. അമ്മായിയാണ് ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും കുറച്ച് അരവണ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. ഞങ്ങളതൊക്കെ അങ്ങ് കഴിച്ചാണ്. എൻ്റെ ഫോട്ടോ എടുക്കണം. നിങ്ങൾ ഫോട്ടോ എടുക്കണോ? അമ്മമ്മ പറയുന്നത് നീ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്, എൻ്റെ ഫോട്ടോ എടുക്കുന്നില്ല എന്ന് കേട്ടോ. അങ്ങനെയാണ് അമ്മമ്മേൻ്റെ പരാതി ഒന്ന് മാറ്റി കൊടുക്കുക. അങ്ങനെ അമ്മമ്മേൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ. മക്കളൊക്കെ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സ്നേഹപ്രകടനം ഉണ്ട് കേട്ടോ. അമ്മമ്മ അത് പിടിച്ചു മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അത് വലിയ അടികളിലേക്ക് പോകും കേട്ടോ. പിന്നെ ഇതാ ഞാനും അമ്മയും ചായ എടുത്തിട്ട് വരികയാണ് കേട്ടോ. ഞങ്ങളിതാ പെണ്ണ് കാണാൻ വരുന്നത്. അങ്ങനെ എല്ലാവരും പുറത്തിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചായ എടുത്ത് വെച്ചിട്ട് കുടിക്കാൻ ആരുമില്ല. അങ്ങനത്തെ സൈത്തേട്ടൻ വന്ന് ചായ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും അമ്മ ഇതാ ചായ എടുത്ത് തരികയാണ് കേട്ടോ. ഇവർ 3 പേരും കല്യാണം കഴിഞ്ഞത് 3 ജില്ലയിലാണ് കേട്ടോ. ഒരാൾ മലപ്പുറം, കോഴിക്കോട്, വയനാട്. ഇങ്ങനെ വല്ലപ്പോഴാണ് കേട്ടോ. ഡിസംബർ മാസത്തിൽ എല്ലാ വീട്ടിലും പ്ലം കേക്ക് നിർബന്ധമെന്ന് പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പ്ലം കേക്ക്. പിന്നെ നമ്മൾ കുറച്ചു നേരം TV ഒക്കെ കണ്ടിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ നേരത്ത് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. എല്ലാ കറികളും ഉണ്ട്. ചിഞ്ചുവാണ് കേട്ടോ വിളമ്പുന്നത്. സ്വാമിമാരൊക്കെ ആദ്യം കഴിച്ചു കഴിഞ്ഞു കേട്ടോ. പിന്നെയാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടി നിലത്തിരുന്നാണ് കേട്ടോ കഴിക്കുന്നത്. മക്കൾക്കൊക്കെ നേരത്തെ ഫുഡ് എടുത്ത് കഴിഞ്ഞതാണ് കേട്ടോ. അവരിവിടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. പായസം കുടിക്കുകയൊക്കെയാണ്. പിന്നെ പറയുന്നുണ്ട് കേട്ടോ ഫുഡൊക്കെ അടിപൊളിയാണ് എന്ന്. ഒരാൾ മാത്രം മേലെ ഇരിക്കുകയാണ് കേട്ടോ. എല്ലാവരും താഴെ. ചോറിന് കിട്ടിയ പപ്പടം എല്ലാവരും എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് പായസത്തിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ പെട്ടെന്നൊന്നും ഫുഡ് കഴിച്ച് കഴിയില്ല കേട്ടോ. കുറേ നേരം ഞങ്ങൾ വർത്താനം പറഞ്ഞ് പ്ലേറ്റ് ഉണങ്ങുമ്പോഴാണ് അവിടെ നിന്ന് എണീക്കാറുള്ളത്. അങ്ങനെ അമ്മയൊക്കെ ഭക്ഷണം കഴിച്ച് എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരിതാ പായസം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ വർത്താനം കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ തന്നെയാണ് കേട്ടോ. എപ്പോഴും വർത്താനാണ്. ചിഞ്ചു എനിക്ക് കോളിഫ്ലവർ തരുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞേ. അങ്ങനെ ഇതാ ലാസ്റ്റ് പായസം കുടിക്കാൻ പോവാണ് കേട്ടോ. ആ ഭക്ഷണം കഴിച്ച പ്ലേറ്റിൽ തന്നെയാണ് കഴിക്കുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ കഴിക്കുന്നത്. അങ്ങനെ എരിവുള്ള കറീൻ്റെ പാത്രത്തിലേക്ക് ചൂടുള്ള പായസവും നല്ല ഉപ്പുള്ള പപ്പടവും കേട്ടോ. അപ്പം എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിക്കുകയാണ്. അങ്ങനെ അടിപൊളി ഒരു സദ്യയൊക്കെ കഴിച്ചു കേട്ടോ. പായസവും കുടിച്ചു, വയറും നിറഞ്ഞു കേട്ടോ. ഇനി ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇറങ്ങാൻ നേരത്ത് നമ്മളൊന്ന് സെൽഫി. മാമനൊക്കെ ഭജന മഠത്തിലേക്ക് തിരിച്ചു പോയി കേട്ടോ. നാളെ കെട്ടുന്നറിയാണ്ട് കുറച്ച് പരിപാടികളുണ്ട് ഭജന മഠത്തിൽ. അതിന് വേണ്ടി പോയതാണ് കേട്ടോ. എല്ലാവരും കൂടി ഒരു ഫ്രെയിമിൽ. ആള് കുറവാണ് കേട്ടോ. ഇനിയുണ്ട് ആള്. മാമൻ്റെ 2 മക്കളും മരുമക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ഇനിയും കുറച്ച് ക്ലിപ്സും കൂടി ഉണ്ടായിരുന്നേ. എൻ്റെ അടുത്ത് ഡിലീറ്റ് ആയി പോയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.